കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ്. അർജുനനും കർണനും നേരിട്ടുള്ള യുദ്ധം. സ്വർഗത്തു നിന്നും ദേവന്മാര് പോലും ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കുന്നൊരു യുദ്ധം. ഭൂമി മുഴുവനും ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന യുദ്ധമായിട്ടാണ് ആ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധത്തില് അർജുനന്റെ അമ്പേറ്റ്, അസ്ത്രമേറ്റ് കർണന്റെ രഥം ഇങ്ങനെ പുറകിലേക്ക് പറക്കാണ് 100-150 അടി. നേരെ തിരിച്ച് കർണന്റെ അസ്ത്രമേറ്റ് അർജുനന്റെ രഥം 1-2 ഇഞ്ച് ഒന്ന് പുറകിലേക്ക്. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കരഘോഷം മുഴക്കാണ്, എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കാണ്. ഇത് കണ്ട് അർജുനൻ അല്പം അസ്വസ്ഥനാവുന്നുണ്ട്. കാരണം തൻ്റെ അസ്ത്രമേറ്റിട്ട് പറക്കാണ് കർണന്റെ രഥം. അത് ശ്രദ്ധിക്കാതെ, അത് ഗൗനിക്കാതെ കൃഷ്ണൻ കർണന്റെ അസ്ത്രമേറ്റ് അർജുനന്റെ രഥം ഒരു ഇഞ്ച് പുറകിലേക്ക് നീങ്ങുമ്പോൾ അത്രയധികം കരഘോഷം മുഴക്കുകയാണ്, അത്രയധികം പ്രോത്സാഹിപ്പിക്കുകയാണ് കർണനെ. ഇത് കാണുമ്പോൾ അസ്വസ്ഥനായ അർജുനൻ ചോദിക്കും, കൃഷ്ണ, നീ കാണുന്നില്ലേ എൻ്റെ ഓരോ അസ്ത്രത്തിനും കർണന്റെ രഥം അങ്ങോട്ട് പറന്നു പോകുന്നത്? അത് കണ്ടിട്ട് നീ അവൻ്റെ അസ്ത്രം എൻ്റെ രഥത്തെ ഒന്ന് ചെറുതായിട്ട് ചലിപ്പിക്കുമ്പോൾ ഇത്രയധികം കരഘോഷം മുഴക്കാൻ എന്തിനാ കൃഷ്ണ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് കൃഷ്ണൻ്റെ മറുപടി മനോഹരമാണ്. ആ മറുപടി ഇങ്ങനെയാണ്: അർജുന, നിന്റെ രഥത്തിൽ കൊടിമരത്തിൽ സാക്ഷാൽ ഹനുമാനാണുള്ളത്. നിന്റെ കൂടെ ഞാനുണ്ട് തേരാളിയായിട്ട്. അവൻ ഒറ്റക്കാണ് അർജുന. അവൻ ഒറ്റക്ക് നിന്നുകൊണ്ട് നിന്റെ രഥം ഒരിഞ്ചെങ്കിലും പുറകിലേക്ക് നീക്കുന്നുണ്ടെങ്കിൽ അവനെ സമ്മതിക്കണ്ടേ? ഇതിൻ്റെ അവസാനം അതിമനോഹരമാണ്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. നമുക്കറിയാം, പാണ്ഡവർ ജയിച്ചു. യുദ്ധം അവസാനിച്ചു. അർജുനൻ രഥത്തിൽ നിന്നിറങ്ങാണ്. രണ്ടാമതാണ് ശ്രീകൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങുന്നത്. ശ്രീകൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങേണ്ട താമസം രഥം അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പോവാണ് തനിയെ. ഒരു നെട്ടലോടെ തിരിഞ്ഞു നോക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാണ്, പരിഭ്രമിക്കണ്ട, ഞെട്ടിത്തെറിക്കണ്ട. ഈ രഥം എന്നോ തകർന്നതാണ് അർജുന. ഞാനാണത് ഇത്രയും നാള് പിടിച്ചു നിർത്തിയത്. അതോടെ അർജുനൻ്റെ അഹങ്കാരം അവസാനിക്കുകയാണ്. നമ്മൾക്കൊരു തോന്നലുണ്ട്, നമുക്ക് എല്ലാം നമ്മളാണ് ചെയ്യണതെന്ന്. പക്ഷെ നമ്മളുടെ പിന്നിലുള്ള ശക്തി പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്.